بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ പലതിനോടും പലരോടും ഇഷ്ടം വെക്കുന്നവരാണ്, പ്രിയം വെക്കുന്നവരാണ്. നമുക്ക് പ്രിയപ്പെട്ടത് പലതുമുണ്ട്. നാം ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പല തരത്തിലും പല സ്വഭാവത്തിലുമൊക്കെയാണ് ഉള്ളത്. നാം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ. വലിയ സ്നേഹമാണ് നമുക്ക് അവരോടുള്ളത്. കാരണം നമ്മളെ വളർത്താനും പ്രസവിക്കാനും വളർത്തി വലുതാക്കുവാനും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ജനനത്തിന് കാരണക്കാരായവർ, സബബ് വുജൂദിന, നമ്മുടെ ജനനത്തിന് കാരണക്കാർ അവരായിരുന്നു. അവിടെ നിന്ന് നമ്മളെ പ്രസവിച്ചു വളർത്തി വലുതാക്കി നമുക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തന്നു, നമ്മളെ പഠിപ്പിച്ചു, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. പിതാവ് അധ്വാനിച്ചു, ശരീരം മറന്ന് അധ്വാനിച്ച് ചോര നീരാക്കി പണിയെടുത്ത് വളർത്തി വലുതാക്കിയ ആളുകളാണ്, രണ്ട് ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഇഷ്ടം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നാം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഒരു വികാരമാണ്. മക്കളെന്ന് പറയുന്നാൽ കരളിൻ്റെ കഷ്ണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കരളിൻ്റെ കഷ്ണമാണ് നമ്മുടെ മക്കൾ, പൊന്നോമനകൾ. നമ്മളവരെ സ്നേഹിക്കുന്നു, ലാളിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവരുടെ കാര്യത്തിൽ അതീവമായ താല്പര്യമൊക്കെ നമ്മൾ കാണിക്കുന്നു. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ വളർച്ചയിൽ നാം അവർക്ക് വേണ്ടതെല്ലാം അവരുടെ കുട്ടിക്കാലം മുതൽ അവരൊരു വളർന്ന് ഒരു പ്രായമാകുന്നത് വരെ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതിൽ പരമാവധി നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളോട്, കുട്ടികളോട്, നമ്മുടെ സ്വന്തം മക്കളോട് ഉള്ള ഇഷ്ടം, അതേപോലെ ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള സ്നേഹം, അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ചില ആളുകൾ ഇതിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന മറ്റു പല വസ്തുവകകളും, സമ്പത്തിന് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾ
ഈ സമയം നോക്കാതെ, ആരോഗ്യം പരിഗണിക്കാതെ സമ്പത്ത് നേടാൻ വേണ്ടി പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം. സമ്പത്തിനോടുള്ള ഇഷ്ടം സ്വാഭാവികമാണ്. സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, മുന്നോട്ട് പോകാൻ, ഉപജീവന മാർഗത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്ത് വേണം, അതിനോട് ഇഷ്ടപ്പെടണം. ഇസ്ലാം ഒരിക്കലും സമ്പത്തിനെ ഇഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എത്ര സമ്പാദിക്കണം എന്നും പറഞ്ഞിട്ടില്ല. എത്രയോ സമ്പാദിക്കാം. ഒരാൾ എത്രയോ സമ്പാദിക്കുക, അതെത്രയും സമ്പാദിക്കാം എന്ന രീതിയിൽ അതിനൊരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല, ഒരു പരിധി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തു പറഞ്ഞു? സമ്പത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അത് എന്താണ്? നിനക്ക് നിർബന്ധമാണ്. സാമ്പത്തിക ശേഷിയുള്ളവർ അതിൻ്റെ വിഹിതം, അതിൻ്റെ ഓഹരി അവർ സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ സമ്പത്തിനോടുള്ള ഇഷ്ടം, ആ സമ്പത്തിന്റെ പേരിൽ എന്തെല്ലാമാണ് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? കൊലപാതകങ്ങൾ വരെ. സമ്പത്തിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ കടിപിടി കൂടുന്നു. അതേപോലെ തന്നെ സമ്പത്തിന്റെ പേരിൽ കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു, അത് കൊലപാതകത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ സമ്പത്തിനോടുള്ള ഇഷ്ടം, സ്ഥാനമാനങ്ങളോട് പ്രിയം. ചിലർക്ക് അതാണ് സ്ഥാനമാനങ്ങൾ. തനിക്കൊരു സ്ഥാനം, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്ഥാനമാനങ്ങൾ. തനിക്ക് ഒരു നേതാവാവണം, ഒരു സ്ഥാനത്ത് എത്തിച്ചേരണം എന്ന ഒരാഗ്രഹം. അങ്ങനെ സ്ഥാനമാനങ്ങളോടും സമ്പത്തിനോടും മറ്റുള്ള ഇതിനോടും എല്ലാം ഇഷ്ടം തോന്നുക മനുഷ്യരുടെ പ്രത്യേകതയാണ്, മനുഷ്യർക്കുള്ളതാണ്. എന്നാൽ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഈ ലോകത്ത് നാം നമ്മുടെ സ്നേഹം, ഇഷ്ടം ഏറ്റവും അധികമായി നാം സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്? സംശയമില്ല, നമ്മുടെ സൃഷ്ടികർത്താവായ റബ്ബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അവനോടായിരിക്കണം ഏറ്റവും വലിയ ഹുബ്ബ്, മുഹബ്ബത്ത്, സ്നേഹം, ഇഷ്ടം. ഏറ്റവും അധികം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സൃഷ്ടാവിനോടായിരിക്കണം ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാവേണ്ടത്. പലപ്പോഴും അത് സൃഷ്ടാവിനെ മറക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തു തന്നാൽ, ഒന്ന് സാമ്പത്തികമായ ഒരു സഹായം നമ്മളെ സഹായിച്ചാൽ, അയാളെ നമ്മൾ മറക്കുകയില്ല. അയാളെ എന്നും നമ്മൾ ഓർക്കും, ഇന്നും ഓർക്കും. ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളത് ചിലരെ ഒക്കെ ഓർത്തു വെക്കും. കാരണം നമുക്ക് എൻ്റെ പ്രയാസ കാലഘട്ടത്തിൽ എന്നെ സഹായിച്ച, സംരക്ഷിച്ച, എന്നെ പിടിച്ചു നിർത്തിയ ആളാണ് എന്നൊക്കെ ചിലർ പറയാറില്ലേ? ഇന്നും ഓർക്കുന്ന അത്തരം ആളുകളെയൊക്കെ ഓർത്തു വെക്കുന്ന ആളുകളുണ്ട്. അപ്പോ സൃഷ്ടാവിനെ മറക്കുകയാണ്. ഏറ്റവും അധികം ഓർക്കേണ്ടത്, ജീവിതത്തിൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ റബ്ബിനെയാണ്. റബ്ബിനോ ആയിരിക്കണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, ഇതിനോടൊന്നുമല്ല. നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ഈ പറയപ്പെട്ട ഒന്നിനോടുമല്ല, മറിച്ച് ഏറ്റവും സ്നേഹം, ഏറ്റവും ഉന്നതമായി നിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിൻ്റെ താഴോട്ടേ ഉള്ളൂ, അതിൻ്റെ മുകളിലോട്ടില്ല. അള്ളാഹുവാണ് ഏറ്റവും മുകളിൽ ആയിരിക്കണം. നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലു ഖതറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി
വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്ത് തൗബയിൽ നമ്മൾ സാധാരണ ഈ ആയത്ത് നമ്മൾ കേൾക്കുന്നത് നബിദിനം വരുമ്പോഴാണ്. നബിയെ സ്നേഹിക്കേണ്ട വിഷയം പറയുമ്പോൾ ഈ ആയത്ത് ഓതി വെക്കാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടത് നബിയെ ആയിരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ഈ ആയത്ത് ഓതി പറയാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആളുകളെ പറയുകയാണ്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, പറയുക, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ ആയിത്തീർന്നാൽ, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുജനങ്ങളും, വഅംവാലുക തറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുക്കളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും, വമസാകിനു തർലൗനഹാ, വമസാകിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, തർലൗനഹ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്, ആ വീടിനെക്കാളും ഏറ്റവും ഇഷ്ടം, അഹബ്ബു ഇലൈക്കും, ഏറ്റവും ഇഷ്ടം മിനല്ലാഹി, അല്ലാഹുവോടും, വറസൂലിഹി, അവന്റെ റസൂലിനോടും, വജിഹാദും ഫീ സബീലിഹി, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടും അല്ലാതായി തീർന്നാൽ, ഈ പറയപ്പെട്ട അള്ളാഹുവിനോടും റസൂലിനോടും ജിഹാദിനോടും അല്ല എങ്കിൽ, ഈ മേലെ പറഞ്ഞതിനോടൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, വെയിറ്റ് ചെയ്തു കൊള്ളുക. അല്ലാഹ് പറയുക, നിങ്ങൾ കാത്തിരുന്നോ, സമാധാനം പറയേണ്ടി വരും. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ, അല്ലാഹു അവന്റെ കൽപ്പനയുമായിട്ട് വരുന്നത് വരെ. എന്താ കൽപ്പന? ശിക്ഷ തന്നെയായിരിക്കും. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇതായിത്തീർന്നാൽ, അള്ളാഹുവിനേക്കാളും പ്രിയപ്പെട്ടത് മറ്റു പലതും ആയിത്തീർന്ന ചിലർക്കൊക്കെ എന്തൊക്കെയാണ് ഇന്നത്തെ സ്നേഹം, ഇന്ന് നിർവചിക്കാൻ പറ്റാത്ത കോലത്തിലായിരിക്കുന്നു. ഇന്നിപ്പം എന്താണ്, സ്നേഹിച്ച പെണ്ണ് ആ സ്നേഹം നിരസിച്ചാൽ എന്നാ നീ ജീവിക്കണ്ട എന്നിടത്ത് എത്തിയിരിക്കുകയാണ്. പെട്രോളും കുപ്പിയും കൈ പിടിച്ച് അവൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ചെന്ന് എറിഞ്ഞ് അവളെയും കത്തിച്ച് ഇവനും മരിക്കുന്ന സ്നേഹം, ഇഷ്ടം. അതേപോലെ തന്നെ കൂട്ടുകാരന് വേണ്ടി ചാകാൻ നടക്കുന്ന ചങ്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേര് ചങ്ക്, എൻ്റെ ചങ്കാണ് എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഏറ്റവും ഇത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ പറയപ്പെട്ടതിനേക്കാൾ ഏറെ ഇഷ്ടം നമുക്ക് അള്ളാഹുവിനോടായിരിക്കണം. എന്തുകൊണ്ട്? ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന്, ഒരുപാട് കാരണങ്ങൾ. നമ്മളെ ഇവിടെ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന നമ്മുടെ സിട്ടാവ് റബ്ബ്, നമുക്ക് വേണ്ടതെല്ലാം ചോദിക്കാതെ പറയാതെ എല്ലാം ഒരുക്കി തന്ന, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ സംവിധാനവും ഒരുക്കി വെച്ച നിന്റെ റബ്ബിനെയാണ് നീ ഇഷ്ടപ്പെടേണ്ടത്. അത് അവനെ വിട്ടുകളയുകയാണ്. അപ്പോ സഹോദരങ്ങളെ, ഈ പറഞ്ഞതിനോടൊന്നും ഇഷ്ടം വേണ്ട, സഹോദരങ്ങളെ സ്നേഹിക്കേണ്ട എന്ന് അല്ലാഹ് പറഞ്ഞില്ല. മാതാവിനെ സ്നേഹിക്കേണ്ട, വാപ്പാനെ സ്നേഹിക്കേണ്ട, ഉമ്മയെ സ്നേഹിക്കേണ്ട എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദും ഫീ സബീലിഹി, ഏറ്റവും ഇഷ്ടം അതായി മാറരുത്, അതിനോടായി മാറരുത്. ഏതിനോട്? ഈ പറയപ്പെട്ട ഭൗതിക വിഭവങ്ങളോടായി മാറരുത്, സമ്പത്തിനോടായി മാറരുത്. നമ്മുടെ പ്രിയപ്പെട്ട ഏതെല്ലാം നമ്മളെ ഇഷ്ടപ്പെടുന്ന എന്തും, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ടല്ലോ, അവരായി മാറരുത്. മറിച്ച് റബ്ബായി മാറണം, അള്ളാഹു മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മൾ ഇഷ്ടപ്പെട്ടവൻ അള്ളാഹു ആയി മാറിയെങ്കിൽ മാത്രമേ
നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയുക. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ റബ്ബിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ റബ്ബിനെ? ഇല്ല എന്നുള്ളതാണ്. മറ്റു പലരെയും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓർക്കുന്നുണ്ട്. പലരെയും പല സ്ഥലത്തും പല കൊല്ലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ആളുകളെ വരെ നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. കാരണം എന്തെങ്കിലും കുറച്ച് പൈസ സഹായിച്ചതിൻ്റെ പേരിൽ നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നു. എന്നാൽ എന്തല്ല, നിന്റെ ഓരോ തരിയും, നിന്റെ ശ്വാസത്തിലെ ഓരോ തരിയും കൃത്യമായി നിന്നെ ഓരോ സെക്കൻഡിലും, മൈക്രോ സെക്കൻഡിലും നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ ഇഷ്ടപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളതിനെ ഇഷ്ടപ്പെടുന്നു. ഖുർആൻ പറയുകയാണ്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പകരക്കാരെ സ്നേഹിക്കുന്ന ആളുകൾ. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. എന്തൊക്കെയാണ് മനുഷ്യർ ഇന്ന് ആ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ. ചില എവിടെയോ കിടക്കുന്ന ഫുട്ബോളർ അല്ലേ, പ്രശസ്തരായ ഫുട്ബോൾ കളിക്കാരെ നമ്മളിവിടെ അവന് വേണ്ടി വെട്ടിച്ചാകാൻ, ഇവിടെ പരസ്പരം അടി കൂടാനും തമ്മിലടിക്കാനും, ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കാനും, അവന് വേണ്ടി പിന്നെ ഭക്ഷണം പോലും കഴിക്കാതിരിക്കാനും, മണിക്കൂറുകളോളം വെയിലത്ത് കാത്തു നിൽക്കാനും, ഇവനെ ഒന്ന് കാണാൻ ഇപ്പോഴും പിന്നെ ആരോ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇവിടെ കാത്തിരിക്കുകയാണല്ലോ. ആരോ വരുന്ന കാത്തിരിക്കുക എന്നെ കാണാൻ വേണ്ടി. വരില്ല എന്നൊക്കെ അവരും പറയുന്നു. അപ്പൊ ഇത് എന്താണ്, കുറെ ആളുകൾ അവരെ ഇഷ്ടപ്പെടുകയാണ്. ജീവിതത്തെക്കാൾ, സ്വന്തം ജീവിതത്തെക്കാൾ സിനിമ നടന്മാരെയും അതേപോലെയുള്ള ആളുകളെയൊക്കെ മണിക്കൂറുകൾ വെയിലത്ത് കാത്തു നിൽക്കുന്ന ആ വെയിലൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ആ ഒരു ഇഷ്ടം, അള്ളാഹുവിനോടൊപ്പം ഉള്ള ഇഷ്ടം, അതൊരിക്കലും പാടില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെയാണ് അതികഠിനമായി ഇഷ്ടപ്പെടുന്നത്. വിശ്വാസികളാണെങ്കിൽ നമ്മളൊക്കെ പേരിന് എന്താണ്, ഒരു മുസ്ലിം പേര് വിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. വിശ്വാസം ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. കേവലമായ ചില വരുത്തി തീർക്കലുകൾ മാത്രമാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ റബ്ബിനെ മനസ്സിലാക്കിയില്ല. എന്തെല്ലാം റബ്ബ് നമുക്ക് ചെയ്തു തരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഓരോന്നും എത്ര വൈൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീ എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിനക്കൊരിക്കലും എണ്ണി തീർക്കുക സാധ്യമല്ല. ഓരോന്നും ജീവിതത്തിൽ നോക്കിക്കോ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോരുത്തരുടെയും ആ ശരീരത്തിലേക്ക് തന്നെ ഒക്കെ നോക്കിക്കോ. എന്തെല്ലാം സംവിധാനമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. ഈ രണ്ടൊക്കെ തന്നില്ലേ? കണ്ണ് രണ്ട്, ഒരു കണ്ണായിരുന്നെങ്കിലോ? ഒരു കണ്ണാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ഒരു കണ്ണാണ് അള്ളാഹു നിശ്ചയിച്ചെങ്കിലോ? അല്ലേ? നമുക്ക് ഒരു ചെവിയായിരുന്നെങ്കിലോ? അല്ലേ? ഒരു ചെവി, ഒരു കൈയായിരുന്നെങ്കിലോ, ഒരു കാലായിരുന്നെങ്കിലോ? അതേപോലെ കിഡ്നി 2 വേണം, വർക്ക് ചെയ്യണം. എല്ലാം തന്നു റബ്ബ്, എല്ലാം തന്നു. അതിന് സംവിധാനങ്ങൾ. നീ ഉറങ്ങുകയാണെങ്കിലും നിന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഹൃദയത്തെ ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബ്. ആ ഹൃദയം നിന്റെ ഉറക്കത്തിൽ നിലച്ചു പോയാൽ നീ മരണപ്പെട്ടു. അതുപോലും നിന്റെ ഉറക്കത്തിൽ പോലും നിന്നെ കാത്തുകൊള്ളുന്ന നിന്റെ റബ്ബ്
ഉറക്കത്തിൽ പോലും നിന്റെ കാര്യം നോക്കിക്കൊള്ളുന്ന നിന്റെ റബ്ബ്, ഇവിടെയുള്ള എന്തെല്ലാം ഈ ആകാശ ഗോളങ്ങൾ, സംവിധാനങ്ങൾ, നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം കുടിക്കുന്നില്ലേ? ആരാണത് നിനക്ക് തന്നത് ഇങ്ങനെ കുടിക്കാൻ, നിന്റെ ദാഹം തീർക്കാൻ? ആ നല്ല ദാഹത്തിന്റെ സമയത്ത് ഒരു തണുത്ത വെള്ളം കിട്ടിയാൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് നാം അത് കുടിക്കുന്നത്. ആരാണ് നിനക്ക് ആ വെള്ളം ഒരുക്കി തന്നവൻ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളിങ്ങനെ കുടിച്ചു പോകുകയല്ലേ, കിട്ടിയത് കുടിച്ചു പോകുകയല്ലേ? ആരാണ് ഇത് നിനക്ക് നിന്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത്? നമ്മളിങ്ങനെ വെള്ളമൊക്കെ ധാരാളം ഉപയോഗിക്കുന്നു. വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ സംവിധാനങ്ങൾ, അള്ളാഹു ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ, മഴ എന്ന് പറയുന്ന മഹാത്ഭുതം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴയെ ഇങ്ങനെ കൊണ്ടുവരിക നമുക്ക് സാധിക്കുമോ? ഇതൊക്കെ നമുക്ക് സാധിക്കുമോ? നമ്മളുടെ പ്രിയപ്പെട്ടവർ ഒക്കെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ സാധിക്കുമോ? നമുക്ക് കൊണ്ടുതരാൻ സാധിക്കുമോ? നമ്മളൊന്ന് നോക്കുക, ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. വേണ്ട, നമ്മുടെ വിരലിൽ ഏതെങ്കിലും, ഈ വിരലുകളിൽ ഏതെങ്കിലും ഒന്ന് പറ്റിയ ഒരു അപകടം പറ്റിയാൽ എന്താണ് അതിന്റെ സ്ഥിതി? എത്ര പ്രയാസമാണ്. ഓരോന്നിനും അള്ളാഹു കൃത്യമായ ഡ്യൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ, ഈ ഏറ്റക്കുറവുകളൊക്കെ ഇത് വെറുതെ അല്ല. ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയത്, ഇങ്ങനെ ഓരോന്നും വലുതും ചെറുതുമായിട്ടൊക്കെ ഇങ്ങനെ സമപ്പെടുത്തിയത് പോലും വെറുതെയല്ല. സഹോദരങ്ങളെ, ഒരു കിഡ്നി അസുഖമായി പോയാൽ എത്ര പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എത്രയും വേഗം അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നു. നമ്മളൊക്കെ ഒന്ന് ആശുപത്രി പരിസരമൊക്കെ ഒന്ന് RCCയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കണം. എങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ നിയമത്ത്, ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു ഭാഗ്യം, ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ള ഒരു ഭാഗ്യം, അത് അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ ആ ഒരു ഇഷ്ടമാണ്, നമ്മളോടുള്ള ഇഷ്ടമാണ്. എന്നാൽ അവരോട് ഇഷ്ടമില്ല എന്നല്ല അത് മനസ്സിലാക്കേണ്ടത്. അതൊരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുവാനും പ്രതിഫലം നേടിയെടുക്കാനും അവർക്ക് സാധിക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ. അപ്പോൾ വിശ്വാസികൾ എപ്പോഴും അവരുടെ ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യയായാലും ഉമ്മയായാലും വാപ്പയായാലും ആരായാലും അള്ളാഹിനെ കഴിഞ്ഞേ ഉള്ളൂ. ബാങ്ക് വിളി കേട്ടാൽ അവിടെ എന്ത് ഉണ്ടെങ്കിലും എൻ്റെ റബ്ബാണ് എന്നെ വിളിച്ചത് പള്ളിയിൽ പോകാൻ, ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്നിങ്ങനെ എൻ്റെ റബ്ബിന്റെ വിളിയാണ് ഞാൻ കേട്ടത്. എനിക്ക് കച്ചവടമൊന്നും തടസ്സമല്ല. എൻ്റെ റബ്ബ് വിളിച്ചാൽ ഞാൻ പോണം, മറു ഉത്തരം കൊടുക്കണം, റബ്ബിന് ഉത്തരം നൽകണം. അവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ്. എനിക്കെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നൽകിയവൻ അല്ലാഹുവാണ്. നമ്മളൊക്കെ ജനിച്ചു വന്നത് എങ്ങനെയാ? ഒന്നുമില്ലാതെയാ വന്നത്. ഇപ്പൊ എന്താണ്, ഞാൻ വലിയ അങ്ങനെ എൻ്റെ അതുകൊണ്ട് എനിക്ക് ഇത്ര തോട്ടം, എനിക്ക് ഇത്ര ബസ് കാറ്, എൻ്റെ അത് ഇത്, എൻ്റെ ഒരു മകൻ ലണ്ടനിൽ, ഒരു മകൻ ഇവിടെ എന്നൊക്കെ പറയും. ഇതാര് തന്നു? നിനക്ക് തന്നവൻ, നിനക്കെല്ലാം നൽകിയവൻ. ഒന്നുമില്ലാതെ വെറും കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നീ ലോകത്തേക്ക് പിറന്നു വീണത്. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലാതെയാണ് നീ ജനിച്ചു വന്നത്. ഇന്നിപ്പം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി നൽകിയതാണ്. അപ്പൊ ആ ഒരു ബോധവും വിചാരവും ഉണ്ടാവണം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, എപ്പോഴും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് കരയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എന്ന് കേട്ടാൽ രോമാഞ്ചമുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ എൻ്റെ അള്ളാഹു, എന്നെ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ ഇഷ്ടപ്പെടുന്നവൻ ഉമ്മയല്ല വാപ്പയല്ല, എൻ്റെ റബ്ബാണ് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അവനെ ഒന്ന് ഓർത്തൊന്ന് കരയാൻ നമുക്ക് സാധിക്കും. നമ്മളെന്തൊക്കെ നമുക്ക് കരച്ചിൽ വരും, സന്തോഷ കണ്ണുനീര് അല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പ്രസവ ആ വാർഡിൻ്റെ അവിടെ നമ്മളൊക്കെ നിൽക്കും. എന്താണ് അറിയാൻ വേണ്ടി? നമ്മളുടെ പ്രിയപ്പെട്ട മോളായിരിക്കാം പ്രസവിക്കുന്ന, മകളുടെ പ്രസവം, അല്ലെങ്കിൽ മരുമോളുടെ പ്രസവം, മോന്റെ ഭാര്യയുടെ പ്രസവം. അതിനൊക്കെ നമ്മൾ പോയി നിൽക്കും, പങ്കെടുക്കും. എന്നിട്ട് നമ്മൾ ആ വാർത്ത കേൾക്കാൻ, പ്രസവിച്ചോ എന്നറിയാൻ, എന്നിട്ട് ആ കുഞ്ഞിനെ കാണിക്കുന്ന രംഗം അല്ലേ? ആ കുഞ്ഞിനെ ഒന്ന് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. ചിലരൊക്കെ കരഞ്ഞു പോകും, കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും. എന്നാൽ സഹോദരങ്ങളെ, റബ്ബ് എന്തെല്ലാം ചെയ്തു, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ അത് ഓർത്തിട്ട് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? റബ്ബിനെ ഓർത്ത് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിക്കും, ഇടിക്കും, ഹൃദയം നടുങ്ങും, വിറകൊള്ളും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവന്റെ ആയത്ത് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഓടിക്കേട്ടാലോ സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവരുടെ ഖൽബിൽ രൂപപ്പെടും, ദൃഢമാകും, ഉഷാറാകും. അവർ അല്ലാഹുവിന്റെ ആയത്തോതി കേട്ടാൽ. അല്ലാഹുമായിട്ട് നമ്മൾ എന്ത് ബന്ധമുണ്ട് നമ്മൾക്ക്? അല്ലാഹുമായിട്ട് എന്ത് ബന്ധമാണ് നമുക്കുള്ളത്? ഇതെല്ലാം ചെയ്തുന്ന റബ്ബിനോട് എന്ത് തിരിച്ചു കൊടുക്കുന്നു? നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു? നന്ദി കേടല്ലാതെ. ഇതെല്ലാം ചെയ്ത് തന്നിട്ട് നന്ദി കേടല്ലാതെ നന്ദി ചെയ്യാൻ ഒന്നിരുന്ന്, റബ്ബേ ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നിസ്കാരത്തിൽ നിന്നിട്ട് ആ നിസ്കാരത്തിൽ പരിപൂർണമായ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് ആ റബ്ബിനെ ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക്. എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മൽ ഇഹ്സാൻ, എന്താണ് നബി ഇഹ്സാൻ? അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നഹു യറാക്, നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹനെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടു കൂടി നമസ്കരിക്കുക. അള്ളാഹുവിന്റെ മുമ്പിലാണ് കൈയിട്ട് നിൽക്കുന്നെന്നുള്ള ആ ഒരു ഉത്തമമായ ഒരു ബോധം നമ്മുടെ നമസ്കാരത്തിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് സഹോദരങ്ങളെ. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹുവിനെ കുറിച്ച് കരയുക. എന്താണ് അള്ളാഹുവിനോട് നമ്മുടെ ഒരു സ്നേഹം എത്രയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബിമാർക്ക്. ഒരു യുദ്ധത്തിൽ ഒരു മാതാവിന്റെ കുട്ടി നഷ്ടപ്പെട്ടു. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടന്ന് അവസാനം അവർക്ക് ആ കുട്ടിയെ കിട്ടി. തൻ്റെ കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിയെ അവർ വാരിപ്പുണർന്നു. എന്നിട്ട് കവിളുകളിൽ തുരുതുരാ ചുംബിക്കുകയാണ്. ആ കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ തുരുതുരാ ചുംബിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിമാരോട് ചോദിച്ചു, ഈ സ്ത്രീ, ഈ ഉമ്മ ആ കുഞ്ഞിനെ തീയിലെറിയാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല നബിയെ, ഒരിക്കലുമില്ല. അവരാരംഗം കാണുകയാണ്. ഒരിക്കലുമില്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാൾ ഈ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ ഇരട്ടിയാണ് നിന്റെ റബ്ബ് നിന്നോട് കാണിക്കുന്ന സ്നേഹമെന്ന്. നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം, നിങ്ങളോട് കാണിക്കുന്ന ഇഷ്ടം നോക്കുക. റബ്ബ് ഇങ്ങനെ അവന് ചീത്ത പറയുന്നവർക്കും എല്ലാവരെയും വിടുകയല്ലേ? മാപ്പ് നൽകുന്നവനാണ്, വദൂദാണ്, സ്നേഹമുള്ളവനാണ്, വദൂദാണ്, ഗഫൂറാണ്. ഒരുപാട് നല്ല നല്ല നാമങ്ങൾ ഉള്ളവനാണ് റബ്ബ്. ഉടനെ ശിക്ഷിക്കുകയില്ല, ഉടനെ പ്രതികാര നടപടി സ്വീകരിക്കുകയില്ല. മനുഷ്യന് അവസരം കൊടുക്കും, സമയം നീട്ടിക്കൊടുക്കും. റബ്ബ് മടങ്ങുന്നുണ്ടോ എന്ന് നോക്കും.
അവൻ മടങ്ങി വരാൻ തയ്യാറുണ്ടെങ്കിൽ ആ അടിമയ്ക്ക് അള്ളാഹു എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു പോയാലും, ആകാശം മുട്ട തെറ്റുകൾ ചെയ്തു പോയാലും ആ റബ്ബ് അവന് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. തൗബ ചെയ്താൽ, മടങ്ങി വന്നാൽ, തെറ്റിൽ നിന്നെല്ലാം വിരമിച്ച് അള്ളാഹുലേക്ക് മടങ്ങി വന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ് സഹോദരങ്ങളെ. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ റബ്ബിനെ മനസ്സിലാകാതെ പോകുന്നത്. ആ റബ്ബിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ റബ്ബ് നമ്മളോട് കാണിക്കുന്ന ഇഷ്ടം നമ്മൾക്ക് ബോധ്യമായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ആകെ മാറുമായിരുന്നു, ഒരു വികാരമാകുമായിരുന്നു അള്ളാഹു എന്ന് കേട്ടാൽ. അപ്പൊ ആ തരത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ കേരളക്കരയിൽ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന അതിൻ്റെ ഒരു 100 ആണ്ട് തികയ്ക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. കേരളത്തിലെ ആദ്യത്തെ മതസംഘടനയാണ് ഈ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയും. അവിടെ നിന്ന് തെറ്റിപ്പോയതാണ് പിന്നീട് മറ്റുള്ള സംഘടനകൾ ഏതൊക്കെ ഉണ്ടോ ആ സംഘടനകളൊക്കെ പിന്നീട് തെറ്റിപ്പോയത്. അപ്പോൾ ആ സംഘടന വളരെ നല്ല രീതിയിൽ കേരളക്കരയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും പിന്നിൽ മതപരമായിട്ടും ഭൗതികപരമായിട്ടുമെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഒരു കാലഘട്ടം, ഒരു ഇരുണ്ട കാലഘട്ടം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ജാഹിലിയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും സാംസ്കാരികമായ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും വളരെയധികം തകർന്നടിഞ്ഞ ഒരു ജനത, ആരുമില്ലാത്ത, നയിക്കാൻ ഒരു ഉത്തമമായ നേതൃത്വമില്ലാത്ത, ഇടയനില്ലാത്ത ആട്ടിൻ പറ്റങ്ങളെ പോലെ എന്ന് പറഞ്ഞതുപോലെ ആരുമില്ലാതെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുറച്ച് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ കൊടുങ്ങല്ലൂരും അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും എല്ലാം പ്രവർത്തിച്ചതിൻ്റെ കൈമൈ മറന്നുകൊണ്ട് അധ്വാനിച്ചു കൊണ്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന കേരളത്തിലെ മുസ്ലിം പുരോഗതിക്ക് പിന്നിൽ ഉള്ളത് എന്ന് മറ്റാർക്കും ഇത് അവകാശപ്പെടാൻ ഇല്ല. കാരണം അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പിറക്കിയ ഫത്വകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും തടസ്സം നിന്ന ചരിത്രം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എല്ലാത്തിനും തടസ്സമായിരുന്നു. സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല, കയ്യെഴുത്ത് അഭ്യസിക്കാൻ പാടില്ല, ഹറാം ഫത്വകളുമായിട്ടാണ് അവർ ഊരു ചുറ്റിയത്. ഹറാം ഹറാം, എല്ലാത്തിനും ഹറാം. മുമ്പ് മുസ്ലിമുകളെ ഈ മുടി വളർത്താൻ പോലും അവകാശമില്ലായിരുന്നു. ആൺകുട്ടികൾ മൊട്ടയടിക്കണമായിരുന്നു. മുസ്ലിം കഥാപാത്രങ്ങളെ സ്ക്രീനിൽ ഒക്കെ അവതരിപ്പിക്കുന്നത് ഒരു പച്ച ബെൽറ്റും ഒരു ബനിയനും ഒരു തൊപ്പിയും ഒക്കെയുള്ള ഒരു കാക്കയായിട്ടായിരുന്നു മുസ്ലിങ്ങളെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ അവിടെ നിന്നൊക്കെ മുടി വളർത്താനും അതേ എഴുതാനും പഠിക്കാനും ഒക്കെ പ്രോത്സാഹനം നൽകി വക്കം മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ. വക്കം മൗലവി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഈ തിരുവനന്തപുരം ജില്ലയിലെ. അവിടെ നിന്നാണ് അദ്ദേഹം വടക്കോട്ട് പോയി. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടി. അപ്പോൾ അതിൻ്റെ എല്ലാം ഓർത്തെടുക്കുന്ന ഒരു സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ഈ ഞായറാഴ്ച വൈകുന്നേരം. ഇൻഷാ അല്ലാഹ് കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണം.
തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്ന ടൈറ്റിലാണ് ആ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ ഈ പുരോഗതിയുടെ ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാർ അവരൊക്കെ മരിച്ചുപോയി. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്നുള്ള തലമുറക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർക്ക് ഒരു കൂട്ടായ്മ, ഒരു ശക്തമായ ഒരു നേതൃത്വം എല്ലാ കാര്യത്തിലും അവർക്ക് ഉണ്ടാവുന്നില്ല. മറിച്ച് കേരളത്തിൽ അത് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ ശക്തമായ ഒരു കൂട്ടായ പ്രവർത്തനം, കേരള മുസ്ലിം ഐക്യസംഘവും ആ രീതിയിൽ പിന്നീട് അത് കേരള ജമിയത്തുലമയും അത് പിന്നീട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീനും ഒക്കെ ആയിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന. എന്തിനേറെ നിങ്ങൾ ഈ വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ പറയുന്നത് പോലും ഇന്നും തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? ആയത്തും ഖുർആനും ആയത്തും അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു കൊടുക്കുകയല്ലേ, അല്ല വേറൊന്നുമല്ലല്ലോ. ഖുർആൻ അതിൻ്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ വിശദീകരിച്ചു കൊടുക്കുന്നത്. ആയത്ത് മനസ്സിലാവണ്ടേ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, ആളുകളുടെ ഭാഷയിൽ. ഇപ്പൊ അമേരിക്കയിലെ ന്യൂയോർക്കിൽ അവിടെ മേയറായിട്ട് വന്ന ആ മുസ്ലിം ചെറുപ്പക്കാരൻ, അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. എന്നിട്ട് ആ പള്ളിയിലെ ഖത്തീബ് പ്രസംഗിക്കുന്നത് മലയാളത്തിലല്ല, പിന്നെയോ ഇംഗ്ലീഷിലാണ്. കാരണം അവരുടെ ഭാഷ ഇംഗ്ലീഷാണ്. അവിടെ നമ്മൾ അറബിയിലല്ല, ഇംഗ്ലീഷിലാണ് അവിടെ പ്രസംഗിക്കുന്നത്. ആയത്തും ഹദീസും ഒക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. അത് ആ നാട്ടിൽ ഇംഗ്ലീഷുകാരാണ്. കൂടുതലും മനസ്സിലാകുന്നത് ഭാഷ ഇംഗ്ലീഷാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഇതിനൊക്കെ ഇന്നും തടസ്സം. ഇന്ന് എന്നിട്ട് ഖത്തീബ് വന്നിട്ട് തറയിൽ നിന്നൊരു പ്രസംഗം, താഴത്ത് നിന്നുകൊണ്ട് ഒരു പ്രസംഗം മലയാളത്തിൽ. ആര് പറഞ്ഞു? അങ്ങനെ നബി പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. നബി ഒറ്റ പ്രസംഗം. നബി വരിക, മിമ്പറിൽ കയറുക, സലാം പറയുക, ബാങ്ക് വിളിക്കുക, കുത്തുബ തുടങ്ങുക, കുത്തുബ കഴിഞ്ഞ് കുത്തുബയുടെ ഇടയിലൊന്ന് ഇരിക്കുക, എന്നിട്ട് വീണ്ടും ഒരു ചെറിയ ലഘു പ്രസംഗം കൂടി നടത്തി അവസാനിപ്പിക്കുക. ഇതാ നബി തറയിൽ നിന്ന് വേറെ പ്രസംഗമൊന്നും, വെള്ളിയാഴ്ച ദിവസം വേറെ പ്രത്യേക എക്സ്ട്രാ പ്രസംഗമൊന്നുമില്ല. നബി അത് നടത്തി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വാദിച്ച് വിജയം കണ്ടു കുറേ അധികം പള്ളികളും ആളുകളും ഒക്കെ. നമുക്ക് പിന്നീട് കുറേ ആളുകൾക്ക് അത് സത്യം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ നാളെ പരലോകത്ത് ഈ പണ്ഡിതന്മാർക്കെല്ലാം അല്ലാഹു നല്ല ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് രോഗം കൊണ്ടും സാമ്പത്തികമായും എല്ലാ തരത്തിലും വിഷമിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും അല്ലാഹു ശിഫ